ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരം ചെയ്യുന്നു. കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. രാഹുൽ, എന്തൊക്കെയാണ് ഈ സമരക്കാർ ആവശ്യപ്പെടുന്നത്? വേണു, രണ്ടാം വർഷ ക്ലാസുകൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച് അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയുമാണ്. പക്ഷേ ഇപ്പോഴും ഈ രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ട ലാബിന്റെ സൗകര്യം കോളേജിൽ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, 200 കുട്ടികൾ പഠിക്കുന്ന, 2 ബാച്ചിലുമായി 200 കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതും ആരോപണമായി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, ഗേൾസ് ഹോസ്റ്റലിന്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. കുട്ടികൾ ബോയ്സ് ഹോസ്റ്റലിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെല്ലാം അടിയന്തരമായി പരിഹരിക്കുമെന്ന് ഒരു വർഷം മുമ്പ്, അതായത് രണ്ടാം വർഷ ക്ലാസുകൾ ആരംഭിച്ച ഘട്ടത്തിൽ അറിയിച്ചതാണ്. അന്നും ഇതുപോലെ സമാനമായ രീതിയിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചതാണ്. പക്ഷേ ഇപ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികൾ വീണ്ടും ഒരു പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്, പഠിപ്പ് സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം, അതിന് സർക്കാർ തലത്തിൽ തന്നെ ഇടപെടൽ വേണമെന്നുള്ളൊരു ആവശ്യം വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരി, ഇടുക്കി മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് പഠിപ്പ് മുടക്കി വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.